ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നമുക്കത് കണ്ടാലോ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ബ്ലൂ കവറാണ്. നല്ല ഷൈനിങ് ഒക്കെ ഉള്ള ഒരു സ്നോഫ്ലേക്സിൻ്റെ കവറാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. ഞാനത് ഓൾറെഡി കണ്ടതാണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഡവിൻ്റെ ബോഡി വാഷാണ്. വെൽവെറ്റ് ഗ്ലൂ എന്ന് പറയുന്ന ഒരു ബോഡി വാഷ്. പിന്നെ അടുത്തത് നെവ്യൻ്റെ ഒരു മിസ്ലർ വാട്ടറാണത്. മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡി മോയ്സ്ചറൈസിങ് ക്രീമാണ്, നിവ്യൻ്റെ തന്നെയാണ്. അടുത്തതും അതേപോലെ ഒരു ഫേസ് മാസ്കും ഉണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഡവിൻ്റെ തന്നെ ഒരു ബോഡി വാഷ്. ഇത് ഫ്രൂട്ടി എന്തോ ഒരു ഫ്ലേവറിലാണുള്ളത്. നെക്സ്റ്റ് നിവ്യേൻ്റെ ഒരു ഹാൻഡ് ക്രീമുണ്ട്. അടുത്തത് ഇതും ഒരു ഹാൻഡ് ക്രീമാണ്, ഒരു പീച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രീം. ഇതൊരു കുഞ്ഞ് ഹാൻഡ് ക്രീമാണ്, നമുക്ക് ഇപ്പോൾ പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റുന്നത്. അത്രയേ ഉള്ളൂ ഇതിൽ. ഇനി നമുക്ക് അടുത്ത ബാഗ് എടുത്താലോ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ബാഗ് എടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അങ്ങനെ പൊട്ടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് ബോഡി ഷോപ്പിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് നമുക്ക് ബോഡി ബട്ടറാണ് കിട്ടിയിരിക്കുന്നത്. അതും റോസ് ഫ്ലേവേർഡിൽ ഉള്ളൊരു ബോഡി ബട്ടറാണിത്. ഇത് നല്ല സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കും. നമ്മൾ ഒരു ഷവറൊക്കെ കഴിഞ്ഞ് ഇത് ബോഡിയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് നിൽക്കുന്നൊരു സംഭവമാണ്. അടുത്തതും ഒരു ബോഡി ബട്ടർ തന്നെയാണ്, ഷിയേൻ്റെ. നല്ല അടിപൊളിയാണ്. ഇതിലൊന്നും പറയാനില്ല ഇവരുടെ ഈ പ്രോഡക്ട്സിൽ. നമുക്ക് അതിൻ്റെ ഉള്ളുഭാഗം ഒന്ന് കാണാം. അതിങ്ങനെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, കണ്ടോ. അടിപൊളി സാധനമാണിത്. നല്ല മണവും. നമുക്ക് ഇങ്ങനെ സ്കിന്നിൽ തേച്ചാൽ നല്ല സ്കിന്നൊക്കെ നല്ലൊരു നറിഷ്ഡായിട്ട് കിടക്കും. അടുത്തത് അവരുടെ തന്നെ ഒരു ഹാൻഡ് ക്രീമാണ്. സ്ട്രോബെറി സ്മെല്ലാണ് ഇതിനുള്ളത്. ഓ മൈ ഗോഡ്, ഇത് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ്. നമ്മളിതൊന്ന് ഇത്ര എടുത്തൊന്ന് നമ്മൾ കയ്യിൽ തേച്ചാൽ മതി. മീൻസ് ഫുൾ കയ്യിൽ തേക്കണം. ഞാനിതൊരു ചെറുതായിട്ടൊന്ന് സൈഡിൽ ഇതാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് തേച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് കിട്ടുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോപ്പാണ്. സെയിം ഒരു റോസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് റോസ് ഇതായിട്ടുള്ള ഒരു ക്ലെൻസിങ് സോപ്പാണ്. നല്ല സ്മെല്ലാണ് ഇതിനും. അങ്ങനെ സോപ്പ് ഇതെല്ലാം നമുക്ക് അടിപൊളി സ്മെല്ലാട്ടോ, അത് ഒരു രക്ഷയില്ല. അടുത്തതും ഒരു ക്ലെൻസിങ് ഇതാണ്, ആൽമണ്ട് മിൽക്കിൻ്റെ. അടിപൊളി സാധനമാണ്. ഇവരുടെ എല്ലാ ഇങ്ങനത്തെ സാധനങ്ങളും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല സ്മെല്ലും. അടുത്ത സാധനമാണ്, ഓ മൈ ഗോഡ്, ഇതൊരു ലിപ്പ് ബട്ടറാണ്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ശരിക്കും നമ്മളെ നാടൻ മാങ്ങയില്ലേ, ആ മാങ്ങേൻ്റെ മണമാണ് ഇതിന്ന് വരുന്നത്. അടിപൊളി സാധനം. അത് മണക്കുമ്പോൾ ശരിക്കും എനിക്കതിങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പോൾ ഈ ബാഗിൽ അത്രേ ഉള്ളൂ. ഫുൾ ബോഡി ഷോപ്പിൻ്റെ സാധനങ്ങളായിരുന്നു ആ ബാഗിൽ. ഇനി അടുത്തൊരു കുഞ്ഞ് ബാഗാണ്. ഇതിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാൻഡീൻ്റെ ഒരു ബാഗാണുള്ളത്. ഞാൻ ക്യാൻഡീസ് കഴിക്കാറില്ല, എന്നാലും കുഴപ്പമില്ല. അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ഡെക്കോർ ഐറ്റം അല്ല ഇത് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഫാൻസി ആയിട്ട് ജ്യൂസും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു വേണമെങ്കിൽ ഡെക്കോർ ഐറ്റം വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോള് പോലത്തെ ഒരു സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അത്രേ ഉള്ളൂ ഈ കുഞ്ഞി ബാഗിൽ. ഇനി അടുത്തത് സെയിം ബോഡിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷറി ടിൻ സെറ്റാണ് ഇത്. അത് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫസ്റ്റ് തന്നെ എന്തായിരിക്കും, ഞാൻ ഒന്ന് കിലുക്കി കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കിലുക്കി കാണിച്ചു തരാം.
സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇതൊരു സോൾട്ടാണ്, നല്ല സാൻഡലിൻ്റെ നല്ല ചന്ദനത്തിൻ്റെ ഒക്കെ മണമുള്ള ഒരു സോൾട്ടാണ്. ഞാൻ കാണിച്ചാൽ നമുക്ക് ഒഴിഞ്ഞടിപ്പോയി. നല്ല മണമുണ്ട് അതിന്. അടുത്തത് കിട്ടുന്നില്ല, ഞാനത് വലിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ കിട്ടുന്നില്ല. അടുത്തതും ഇതേപോലെ ഒരു ഷവർ ജെല്ലാണ്. ഒക്കെ സാൻഡലിൻ്റെ സ്മെല്ലാട്ടോ. നല്ല ഇതുണ്ട്. ഞാൻ പൊട്ടിച്ചില്ല, ഇനി പൊട്ടിച്ചാൽ അത് പോകുമോ എന്ന് ഞാൻ പേടിച്ച് ഞാൻ പൊട്ടിച്ചില്ല, വേണ്ട എന്ന് കരുതി. അടുത്തത് ഒരു സോപ്പാണ്, കുട്ടി സോപ്പ്. സാൻഡൽവുഡിൻ്റെ ആണ് കേട്ടോ എല്ലാം. അത് ഇതിൽ അങ്ങനെ കുഞ്ഞ് സോപ്പാണ്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം. കണ്ടോ, കുഞ്ഞി സോപ്പ്. B&H എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. അങ്ങനെ അതൊരു സോപ്പ്. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. യൂസ് മീ, ലവ് മീ, റീസൈക്കിൾ ബി. എനിക്ക് ആ കോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചതാണ്. അടുത്തത് സെയിം ഒരു ക്രീമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, സാൻഡൽ വുഡിൻ്റെ സെയിം സ്മെല്ല് തന്നെയാണ് അതിനും. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. ഇനി അടുത്തത്, അങ്ങനെ ഈ ലക്ഷറി ടിൻ സെറ്റ് കഴിഞ്ഞു. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഒന്നും കൂടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ഗിഫ്റ്റാണ്. അതാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നവംബറിൽ. അപ്പോൾ എൻ്റെ സിസ്റ്റർ എനിക്ക്, ആൾ വേറൊരു കൺട്രിയിലാണ്, ഞാൻ വേറെ കൺട്രിയിലാണ്, ആളെനിക്ക് സർപ്രൈസായിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചായിരുന്നു. അതിൽ ഈ ഫോട്ടോ ഫ്രെയിം, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു ബൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞൊരു കാർഡ്, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്ലവേഴ്സൊക്കെ വാടിപ്പോയി. ഇപ്പോൾ ജാനുവരി ആയല്ലോ. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ അടിയിൽ കൊടുക്കാം. അടുത്തൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അടിപൊളി ഒരു ഗിഫ്റ്റാണ് ഇത് എന്ന് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഒരു സർപ്രൈസ് ഗിഫ്റ്റായിരുന്നു ഇത്. ഒരു പച്ച ഷൂ. അയ്യോ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് തന്നെ ഒരു പച്ച കളർ ഷൂ ഇടാൻ പോകുന്നത്. നമ്മളെപ്പോഴും വൈറ്റ് അങ്ങനെയുള്ള ഒരു കളർ ഷെയ്ഡിക്കാണല്ലോ പോവുക. ഇത് അഡിഡാസിൻ്റെ ആണ്, അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ എല്ലാ ഗിഫ്റ്റുകളും. എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബായ്.